മോർണിംഗ് എവ്രി വൺ, വെൽക്കം ടു എ ഡേ ഇൻ മൈ ലൈഫ്. ഒരു 7:30 ഒക്കെ ആകുമ്പോൾ എണീറ്റ് ബെഡൊക്കെ ക്ലീൻ ആക്കി ബ്രഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓഫീസിൽ പോകുന്ന ദിവസം നേരത്തെ എണീറ്റില്ലെങ്കിൽ പണി കിട്ടും. ബിക്കോസ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് ഉണ്ടാക്കി കഴിച്ചിട്ട് വേണം പോകാൻ. പിന്നെ മോർണിംഗ് എണീറ്റ് എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു സ്പേസ് കണ്ടെത്താൻ ഞാൻ ശ്രമിക്കും. അപ്പം ഞാൻ ജേർണലിംഗ് ചെയ്യാറുണ്ട് മോർണിംഗ് തന്നെ. ആസ് യൂഷ്വൽ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചമ്മന്തിയും ചായയാണ്. ആക്ച്വലി ഇഷ്ടത്തിലുപരി എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണല്ലോ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പെട്ടെന്നൊന്ന് റെഡി ആയിട്ട് വരാം. അങ്ങനെ ഞാൻ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഒട്ടും സമയം കളയാനില്ല, പെട്ടെന്ന് ഓഫീസിലോട്ടേക്ക് വിടാം. ഇപ്പം നല്ല വർക്ക് ആയതുകൊണ്ട് എനിക്ക് 10 മണിയാകുമ്പോഴത്തേനും ഓഫീസിലെത്തണം. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഓടിപ്പടച്ച് പോകുന്നത്. ഞാൻ ഓഫീസിലെത്തിയിട്ടുണ്ട്. എൻട്രൻസ് എന്ന ക്യാബിനിലേക്ക് എത്താൻ ഒരു 10 മിനിറ്റ് എങ്കിലും നടക്കാൻ കാണും. അവസാനം ഞാൻ എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ ലിഫ്റ്റ് ആക്സസ് ആണ് കേട്ടോ, വെറൈറ്റി ആയിട്ടില്ലേ. പിന്നെ എനിക്ക് നമ്മുടെ ലിഫ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്, ബിക്കോസ് അത് ഫുൾ ഓഫ് മിറർ ആണ്. ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. ക്യാബിനിലേക്ക് കയറുന്നതിന് മുന്നേ ഒരു കുട്ടി പരിപാടിയുണ്ട്. ഇത് തന്നെ ഹൈഡ്രേഷൻ. വേറെ ഒന്നും ഇല്ലെങ്കിലും വെള്ളം ഇല്ലാണ്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ദിസ് ഈസ് അവർ പാൻട്രി. പണ്ട് മിക്ക സമയം ഇവിടെ തന്നെ ആയിരിക്കും കേട്ടോ. ഇപ്പം അതിനൊന്നും സമയം കിട്ടാറേ ഇല്ല. അപ്പം ഞാൻ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇനി വേറെ ഒന്നും എനിക്ക് ചെയ്യാനില്ല. ഉച്ചവരെ വർക്ക് മാത്രമായിരിക്കും. അങ്ങനെ ഉച്ചയ്ക്ക് ഞാൻ നല്ലൊരു തലശ്ശേരി ബിരിയാണി അകത്താക്കി. പിന്നെ ഒരു മഞ്ച് ഫെൽസ് കൂടി വാങ്ങി ഞാൻ നേരെ ക്യാബിനിലോട്ട് വിട്ടു. 1 മണിക്കായിരുന്നു ഞാൻ ലഞ്ച് ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു 2:15 ആയപ്പോൾ ഞാൻ കയറിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ബോട്ടിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇവിടുന്ന് തന്നതാണ് കേട്ടോ. ഒരു ക്യൂട്ട് നോട്ട് എന്ന് വേണേൽ പറയാം. ഇപ്പം സമയം 2:15 ആയതേ ഉള്ളൂ. ഇപ്പം തുടങ്ങിയ വർക്കാണ്. 6 മണി വരെ ഞാൻ ഇതേ ഇരിപ്പിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ പണിയെടുത്ത് സണ്ണൊക്കെ സെറ്റ് ആവാനായിട്ടുണ്ട്. എ ഗോൾഡൻ ഹവർ ഫ്രം മൈ ഓഫീസ്. അങ്ങനെ അവസാനം എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങാണ്. ടുഡേ വാസ് എ ഹെക്ടിക് ഡേ. മീറ്റ് മിസ് അനു. അങ്ങനെ 6:37 ഞാൻ ഇറങ്ങി. അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയാണ് കുറച്ച് റിലാക്സ് ചെയ്യാനുള്ള ടൈം. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് നാളെ പണിയില്ലാത്തതിൻ്റെ ഒരു സന്തോഷം കൂടി ഇന്നുണ്ട്. ഇനിയാണ് നമ്മുടെ സെൽഫ് കെയർ. മുടിയൊക്കെ ചീകി സെറ്റാക്കി. പിന്നെ കാജലൊക്കെ ആൽമണ്ട് ഓയിൽ കൊണ്ടാണ് കേട്ടോ ഞാൻ മായ്ക്കുന്നത്. പിന്നെ ഞാൻ പുറത്ത് പോയി വന്നതുകൊണ്ട് ഹാൻഡ് വാഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഫേസ് വാഷ് ചെയ്യാറ്. പിന്നെ ഞാനൊരു ക്വിക്ക് ഷവറും കൂടി എടുക്കുന്നുണ്ട്, ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം സമയം 7:30 ആയിട്ടുണ്ട്. ഇനി എൻ്റെ പരിപാടി കുക്കിംഗ് ആണ്. കുക്ക് ചെയ്ത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചൊന്ന് റിലാക്സ് ചെയ്ത് ചിൽ ചെയ്തിരിക്കലാണ് എൻ്റെ പരിപാടി. ചിലപ്പോഴൊക്കെ മൂവീസ് കാണാറുണ്ട്. ഇന്ന് എന്തോ മൂവീസ് കാണാൻ തോന്നിയില്ല. പിന്നെ ഞാൻ എൻ്റെ ജേർണലിംഗ് ചെയ്യും. ഇതാണ് ബെസ്റ്റ് പാർട്ട് ഇൻ മൈ ഡേ. ഇന്നെന്തോ വേറൊന്നും ചെയ്യാൻ തോന്നിയില്ല, വെറുതെ ഇരിക്കലായിരുന്നു. കുറച്ച് നേരം വെറുതെ ഇരുന്ന് പിന്നെ ഞാൻ ബ്രഷൊക്കെ ചെയ്ത് കിടക്കാനുള്ള തത്രപ്പാടിലായി. അപ്പോൾ ഇതാണ് എൻ്റെ വിൻഡോയിലുള്ള നൈറ്റ് വ്യൂ. അപ്പം അത്രയേ ഉള്ളൂ. യു ആർ വാച്ചിങ് ക്രിസ് വേൾഡ്. സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ.